മില്ലറ്റ് ഇയർ ആണ് ഇപ്പൊ 2023 മില്ലറ്റ് ഇയർ അല്ലേ? അത് വളരെയേറെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് മില്ലറ്റ് ചെറുധാന്യ. അപ്പൊ നിങ്ങൾ ഈ സരസ് മേളകളിൽ മാത്രമാണോ പോകുന്നത്? ഈ വിദേശികൾക്ക് ഈ മില്ലറ്റിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടോ? അവര് മില്ലറ്റ്സിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ വിദേശത്ത് സത്ത് പോകുന്നത് കോക്കനട്ടിന്റെ ചിപ്സാണ്. ഇത് ചിപ്സ് ആക്കി റെഡിയാക്കിയതാണോ അതോ നമ്മൾ ചിപ്സ് ആക്കണോ? റെഡി ടു ഈറ്റ് ഡീഹൈഡ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, കെമിക്കൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല, നാച്ചുറൽ ആയിട്ട് തന്നെ ചെയ്ത് വെക്കുന്നത്. തേങ്ങ കൊണ്ട് ചിപ്സ് ഉണ്ടോ? നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നമുക്കിത് കെമിക്കൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല, നാച്ചുറൽ ആയിട്ട് തന്നെ തേങ്ങ ചിപ്സ്. ദേശീയ ഗ്രാമീണ ഉൽപ്പന്ന പ്രദർശന വിപണന പക്ഷിമേള കൊച്ചി ദേശീയ സരസ് 2023 ഇത് കണ്ടുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഇത് ദേശീയ സരസ് മേള, ഗ്രാമീണ ഉൽപ്പന്ന പ്രദർശന വിപണന മേള, ഇത് സ്വയം പര്യാപ്തതയുടെ ആഘോഷം. ഇത് കണ്ടുകൊണ്ട് നമ്മൾ നടക്കുകയാണ്. ഒരുപാട് കാഴ്ചകൾ നമ്മുടെ മുന്നിൽ കാണാനുണ്ട്. കേരള കോളിങ്ങിൻ്റെ ഭാഗമായി നമ്മൾ തിരുവനന്തപുരത്താണെങ്കിൽ ഇപ്പോൾ കൊച്ചിയിൽ നിൽക്കുന്നത് അറബിക്കടലിൻ്റെ റാണിയായതുകൊണ്ടല്ല, കൊച്ചിയിൽ ഈ സരസ് മേള നടക്കുന്നതുകൊണ്ടാണ്. ഈ സരസ് മേള എല്ലാവരും കാണേണ്ടതും അറിയേണ്ടതുകൊണ്ടാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ട് നടക്കുകയാണ്. പരിപാടി കാണുന്നു എന്ന് പറഞ്ഞ് എന്നെ പ്രലോഭിപ്പിച്ചവരൊന്ന് വായിപ്പിക്കും. അതെ അതെ, ഞാൻ വിചാരിച്ചു പോകുന്ന വഴിക്ക് കഴുത്തിന് പിടിച്ചിട്ട് TV പരിപാടി കാണുന്നുണ്ട്, സാധനം മാറ്റിക്കൊണ്ട് പോയി മുമ്പോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞ് എന്നെ നിർത്തിയിരിക്കുകയാണ്. ഞാനിത് പ്രധാനമായിട്ട് നിന്ന് ഈ മില്ലറ്റ് ആയതുകൊണ്ടാണ്. മില്ലറ്റിന്റെ ഗുണഗണങ്ങൾ പ്രേക്ഷകർക്ക് ഇനി അറിയാനുണ്ട്, പലർക്കും അറിയില്ല. പോസിറ്റീവ് 5 മില്ലറ്റ്സ് ഉണ്ട്: ചാമ, തിന, ബജ്ര, കുതിരവാലി, വരക്. ഈ മില്ലറ്റ്സിനകത്ത് വരക്, കുതിരവാലി ഒക്കെ ഫാറ്റി ലിവർ, യൂറിക് ആസിഡ്, PCOD ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും കഴിക്കാൻ നല്ലത് വരക്, കുതിരവാലി. ചാമ, തിന, ബജ്ര എന്നൊക്കെ പറയുമ്പോൾ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ബാലൻസ് ചെയ്യുന്നതാണ്. ഇതാണെങ്കിൽ ഒരു പിടി എടുത്തിട്ട് ഒരു 40 ഗ്രാം എടുത്തിട്ട് 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. കുതിർത്ത് വെക്കുന്ന സെയിം വെള്ളം ഉപയോഗിച്ച് തന്നെ നമ്മൾ കുക്കറിലിട്ടിട്ട് കഞ്ഞിയായിട്ടോ ഉപ്പുമാവായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കും. പിന്നെ ഷുഗറൊക്കെ ഇല്ലാത്തവരാണ് പായസം ഉണ്ടാക്കി കഴിക്കാം. ഇത് ഇപ്പൊ അല്പം സാധാരണ അരിയോ മറ്റുള്ള ധാന്യങ്ങളെക്കാളും അല്പം വില കൂടുതലായതുകൊണ്ട് ചിലർ മടിച്ചിരിക്കുന്നുണ്ട് അല്ലേ? പിന്നെ വന്ന ആൾക്കാർ ഒരു വട്ടം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് കഴിക്കുന്നവർ പിന്നീട് വന്ന് നമ്മളിത് മേടിക്കുന്നത്. അതുപോലെ ചോളപ്പൊടി ഇത് നമ്മൾ തന്നെ കൊണ്ടുപോലെ ഉണ്ട്. മില്ലറ്റിന് ഈ ദേശീയ മില്ലറ്റ് ഇയർ ആണ് ഇപ്പൊ 2023 മില്ലറ്റ് ഇയർ അല്ലേ? അത് വളരെയേറെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് മില്ലറ്റ് ചെറുധാന്യ. അപ്പൊ നിങ്ങൾ ഈ സരസ് മേളകളിൽ മാത്രമാണോ പോകുന്നത്? ഇന്റർനാഷണൽ ലെവലിൽ G20 ഉച്ചകോടിയൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കോവളം ബീച്ചിൽ. അവിടെയൊക്കെ നല്ല അത്യാവശ്യം നല്ല സെയിലായിരുന്നു. ഈ വിദേശികൾക്ക് ഈ മില്ലറ്റിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടോ? അവര് മില്ലറ്റ്സിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ വിദേശത്ത് സത്ത് പോകുന്നത് കോക്കനട്ടിന്റെ ചിപ്സാണ്. ഇത് ചിപ്സ് ആക്കി റെഡിയാക്കിയതാണോ അതോ നമ്മൾ ചിപ്സ് ആക്കണോ? റെഡി ടു ഈറ്റ് ഡീഹൈഡ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, കെമിക്കൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല, നാച്ചുറൽ ആയിട്ട് തന്നെ ചെയ്ത് വെക്കുന്നത്. തേങ്ങ കൊണ്ട് ചിപ്സ് ഉണ്ടോ? നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നമുക്കിത് കെമിക്കൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല, നാച്ചുറൽ ആയിട്ട് തന്നെ തേങ്ങ ചിപ്സ്. അത് നമ്മൾ ആഡ് ചെയ്യുന്നില്ല സാർ. അതിനകത്ത് ഓൾറെഡി നമ്മൾ ഇത്ര മണിക്കൂർ ട്രൈ ചെയ്യുമ്പോഴത്തേക്കിന് അത് വരുന്ന മധുരം. കരിക്കിന്റെ മധുരം തന്നെ, കരിക്കിന് മധുരം ഉണ്ടല്ലോ. തേങ്ങ ചിപ്പ് തേങ്ങ ആവത്തില്ല, കരിക്ക് നമ്മൾ ഒരു ചെറുതായിട്ട് മൂത്ത് വരത്തില്ലേ, ആ സമയത്ത് നമ്മളിത് സ്ലൈസ് ചെയ്ത് ഡ്രൈ ചെയ്ത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോഴേ തന്നെ തേങ്ങ കൊണ്ട് ഇനിയും പല സാധനങ്ങളും ഉണ്ടാകാം നമുക്കല്ലേ? ഞങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ട്, സ്ലൈസ് ഉണ്ട്, കോക്കനട്ടിന്റെ ഷുഗർ ഉണ്ട്, പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന കോക്കനട്ട് ഷുഗർ. കോക്കനട്ട് ഷുഗർ ഉണ്ട്. അത് നമ്മുടെ തെങ്ങിന്റെ നീരില്ലേ സാർ, തെങ്ങിന്റെ നീര് വറ്റിച്ചെടുക്കുന്നതാണ് കോക്കനട്ട് ഷുഗർ. ശർക്കര പോലെ ചായക്ക് പഞ്ചസാരയ്ക്ക് വരെ ചായക്കകത്തിട്ട് കളിക്കുക ഷുഗറിനകത്ത്. അങ്ങനെ പഞ്ചസാര ഇച്ചിരി കാശൊക്കെ വേണം, ജോലി ഇച്ചിരി കാശ് ഉണ്ടാക്കിയാൽ ഇതെല്ലാം വാങ്ങിച്ച് കഴിച്ചാൽ ആരോഗ്യം കുറച്ചാണോ കഴിക്കും അല്ലേ? അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ ഈ ചെലവ് കുറഞ്ഞ സാധനം നോക്കിയിട്ടാണ് ഈ പഞ്ചസാരയിലേക്കൊക്കെ പോകുന്നത്. തിനയുടെ മിച്ചറാണല്ലേ? നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നതല്ലേ? നിങ്ങൾ മില്ലറ്റൊക്കെ തന്നെ കഴിക്കുന്നത്? ഇപ്പോഴത്തെ ഇപ്പോഴത്തെവർക്ക് ഇതൊന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വലിയ പാടാണ്, ബോധ്യപ്പെടത്തില്ല.
കൊടുത്താൽ ചിലർക്ക് മനസ്സിൽ പെട്ടെന്ന് എടുക്കും, ചിലടത് പറഞ്ഞു കൊടുത്ത് വായില വെള്ളം പറ്റും. ഇത് കേട്ടിട്ട് നേരെ പോയി ലേസ് വാങ്ങിച്ചു കഴിക്കാനാണ്. ഈ നൂഡിൽസ് ഒക്കെ പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ നൂഡിൽസ് വീട്ടിലുണ്ടാക്കി ഞങ്ങൾ ഇതിനെ പാക്ക് ചെയ്ത് വരുന്നതാണ്. നമ്മൾ എന്തായാലും ഇതിനെ ഇറങ്ങിയില്ലേ സാറേ, അപ്പൊ ഇത് തന്നെ മുന്നോട്ട് പൊക്കോട്ടെന്ന് ഇത് മതിയെന്നേ, ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാവരും ഇതിലേക്ക് വരും. മനസ്സിലാകും. കാരണം ആശുപത്രി കൊണ്ട് കാശ് കളയുന്നതിന്റെ കുറച്ച് ഇവിടെ കൊടുക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. പാറ്റിലിവറൊക്കെ ഒരുപാട് കുറഞ്ഞ് പാറ്റിലിവർ പറയും ഏതിലെ പാറ്റിലിവറിന്റെ സാറുണ്ട് ഇത് വരക്. പാറ്റിലിവർ എന്ന് കേട്ടാ അപ്പോഴേ നമ്മള് വരക് ഇത് കഞ്ഞിയായിട്ട് കുടിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞാൽ 6 മണിക്കൂർ 2 സ്പൂൺ അത്ര ഒരു ഇത്ര പിടി എടുത്താൽ മതി. 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കഞ്ഞിയായിട്ട് ഉപ്പുമാവായിട്ട് ഞങ്ങളായിട്ട് പരസ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിന്റെ പരസ്യങ്ങളുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ട്. അത്യാവശ്യം ഒന്ന് നോക്കുന്നുണ്ട്. അതിൽ ലോലി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോക്കനട്ട് ചിപ്സിന്റെ ലോലി. അതാണ് ഈ പാക്കറ്റ്. കോക്കനട്ട് ചിപ്സിന്റെ ലോലി. ഇത് നമ്മുടെ ചാമയുടെ അത് നേരത്തെ കണ്ടു. വേറെ ഏതോ കൗണ്ടറിലൊക്കെ കണ്ടു. കോക്കനട്ട് ചിപ്സിന്റെ ചെറിയ പാക്കറ്റ്, അത് കോക്കനട്ട് ചിപ്സിന്റെ വലിയ പാക്കറ്റ്. ചെറുതല്ല ഈ ചെറുധാന്യങ്ങളുടെ ആരോഗ്യ ഗുണം. ശരിയാണ്, ചെറുതല്ല, അത്ര ചെറുതല്ല. ഇതൊക്കെ പക്ഷേ ഇത് കൃഷി ചെയ്ത് എടുക്കുന്നത് കേരളത്തിൽ കൃഷിയുണ്ടോ? ഇല്ല സാർ, നമ്മൾ കർണാടകയിൽ തമിഴ്നാട്ടിൽ നിന്ന് എടുക്കുന്നത്. നമ്മുടെ ഹസ്ബൻഡ് ഡയറക്റ്റ് പോയി എടുത്തിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ കഴുകി ഉണക്കി, കഴുകണം ഇല്ലെങ്കിൽ ഇതിനകത്ത് നിറച്ച് കഴുകി എല്ലാം ഉണക്കിയിട്ട് അത് ബാക്കി പൊടിക്കും. പിന്നെ നമ്മൾ പിന്നെ പാക്ക് ചെയ്യും. എല്ലാരും ഇപ്പൊ സൗകര്യാർത്ഥം പാക്കറ്റിന് വാങ്ങിച്ച് ഉപയോഗിക്കില്ലേ? പാക്കറ്റ് മുളക് പൊടി, പാക്കറ്റ് അതല്ലെങ്കിൽ പോയി നേരെ ഹോട്ടലിൽ പോയി കഴിക്കുകയും ചെയ്യും. എന്നിട്ട് ഭക്ഷ്യ വിഷവാദം ഏൽക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ആശുപത്രിയിൽ പോയി കിടക്കുകയും ചെയ്യും. എന്നാൽ തുടക്കത്തിലേക്ക് നല്ല കാശ് കൊടുത്ത് ഇതൊന്നും വാങ്ങിച്ചു വെച്ചാൽ ആശുപത്രിയിലും പോകണ്ട. സമയമുണ്ട്, പക്ഷേ സമയമില്ല. അതൊക്കെ മയ്യ, സമയമില്ലാത്തതിന്റെ ഇതെല്ലാരും എന്ന് നന്നാവും. ഇത് ഈ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് എന്ന് നന്നാവുമെന്നാണ് ചോദിക്കുന്നത്. ആണുങ്ങളും ജോലി ചെയ്യുന്നു. ഇപ്പൊ നമ്മളെല്ലാരും കിച്ചണിലൊക്കെ കയറും. അപ്പൊ എല്ലാരും കൂടെ ചേർന്നൊക്കെ പാചകം ചെയ്ത് ഇതുപോലെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലത്. ഞങ്ങൾ ഇനിയും കാണാനുണ്ട് കുറച്ച് കണ്ടത്തിൽ. ഇനി ടി വി കണ്ടുപോകുന്ന പറഞ്ഞ് ആരെയും പിടിച്ച് നിർത്തായിരുന്നല്ലോ. ഓ താങ്ക് യു. എന്തായാലും നിങ്ങൾക്ക് ഇതുപോലൊക്കെ അറിയത്തില്ല. ഞാനിവിടെ എല്ലായിടത്തും വായി നോക്കി കിടക്കുന്നത്. പിന്നെ ഈ മില്ലറ്റിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തന്നതും നമ്മുടെ ആളുകൾക്ക് കേട്ടവർക്ക് മനസ്സിലാക്കി കാണും. നമ്മുടെ ഈ വർഷം ചെറുധാന്യ വർഷമായിട്ട് ചെറുധാന്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വർഷമായിട്ട് ഗവൺമെന്റ് മുൻകൈ എടുത്താണ്. അതുകൊണ്ട് ചെറുധാന്യങ്ങൾ എവിടെ പോയാലും നമുക്ക് ഇതുപോലെ കിട്ടും. കഴിയുന്നത് ഉപയോഗിക്കാൻ ശ്രമിക്കാം. നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ സംരക്ഷിക്കാൻ പറ്റും. നാട്ടുകാർ ആരും ഒന്നും സംരക്ഷിക്കുന്നില്ല. ഹോസ്പിറ്റലുകാർ പറയും നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ജീവൻ ഞങ്ങൾ നോക്കിക്കോളാം. അത് നമ്മൾ ഒരു പരിവായി കഴിയുമ്പോൾ ഉള്ളൂ. അതിന് മുമ്പ് നമ്മുടെ ആരോഗ്യം നോക്കണം, നമ്മൾ തന്നെ നോക്കണം. ഈ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നാളെ